നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ലാലേട്ടൻ അഭിനയം മറന്നോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ പലരും എന്നെ തെറിവിളിക്കാനും അടിക്കാനും നെറ്റിച്ചൊളിക്കാനൊക്കെ വരും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന എന്തെന്ന് വ്യക്തമായിട്ട് കേൾക്കുക. ഇത് ചെങ്കോൽ എന്ന സിനിമയിൽ സ്വന്തം അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ഉള്ള ഒരു മകന്റെ എക്സ്പ്രഷനാണ്. സേതുമാധവന്റെ അച്ഛൻ സേതുമാധവൻ കാരണം എന്നോണം ആത്മഹത്യ ചെയ്യുന്നു. അപ്പോ ഈ ആത്മഹത്യ ചെയ്തത് ഈ മണിയമ്പിള്ള രാജുവിന്റെ ക്യാരക്ടർ വന്ന് ലാലേട്ടന്റെ സേതുമാധവനോട് വന്ന് പറയുകയാണ്. അപ്പൊ സേതുമാധവന്റെ ഈ എക്സ്പ്രഷൻ കണ്ടോ അവിടെ ഒരു ഞെട്ടലില്ല, പക്ഷെ അവിടെ ഒരു ഞെട്ടലുണ്ട്, ഒരു സങ്കടം, ഒരു പശ്ചാത്താപം. ഞാൻ കാരണമാണല്ലോ എന്റെ അച്ഛൻ ഇങ്ങനെ പറ്റിയത് എന്നുള്ള രീതിയിലുള്ള ഒരു പശ്ചാത്താപം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു അഭിനയത്തിന്റെ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ലാലേട്ടന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താ? അഭിനയിക്കുന്നതായിട്ട് തോന്നൂല, അതങ്ങ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒഴുകി അങ്ങ് വരും. ഇതാണ് ലാലേട്ടന്റെ സ്പെഷ്യാലിറ്റി. ഇനി അടുത്ത മൂവി ഞാൻ പറയാം. ഇത് തുടരുന്ന സിനിമയിൽ തന്റെ മകന്റെ ശവശരീരമായിരിക്കാം തന്റെ കാറിൽ കൊണ്ട് കളഞ്ഞത് എന്ന് ഏകദേശം വിശ്വസിച്ച, അല്ലെങ്കിൽ 90% ഉറപ്പിച്ച ഒരു അച്ഛന്റെ അത് ഉറപ്പിക്കാം എന്നോണം ദൈവമേ അതായിരിക്കല്ലേ എന്ന് കരുതിക്കൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സ് തിരക്കി പോകുന്ന ഒരു അച്ഛൻ ആയിട്ട് ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ആ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അയ്യോ അത് എന്റെ മോൻ തന്നെ. ഇത് അറിയുന്ന ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത്? സ്വിച്ചിട്ട പോലുള്ള ഇങ്ങനെ ഒരു ഞെട്ടല് അത് ലാലേട്ടന്റെ രീതിയേ അല്ല. ഒരുമാതിരി അടുത്ത ഇനി ലാലേട്ടന്റെ ഞെട്ടൽ എന്ന് പറയുന്ന പോലെ ഒരു ഞെട്ടൽ. ഇനി സിറ്റുവേഷൻ വെച്ച് നോക്കാം. ഏകദേശം അത് തന്റെ മോനായിരിക്കുമെന്ന് ഉറപ്പിച്ച ഒരു ക്യാരക്ടറാണ്. ചെന്ന് നോക്കുമ്പോൾ അത് തന്റെ മോന്റെ പേഴ്സ് തന്നെ. ഇതറിയുമ്പോൾ ഇത്രമാത്രം ഞാനിത് അറിഞ്ഞതുപോലും ഞാനിത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് എന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു ഞെട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിന്റെ ഒഴുക്ക്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു അഭിനയത്തിന്റെ ഒഴുക്ക് ഇല്ലാതായി. നമുക്ക് ലാലേട്ടന്റെ ആ ഒരു സംഭവം നമുക്ക് മിസ്സായിരിക്കുന്നു ഗൈസ്. നമുക്ക് ആ ഒരു അഭിനയത്തിന്റെ ഒഴുക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പൻ്റെയോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.